ഈ ചില കളി തോക്കുമെന്ന് ഉറപ്പാകുമ്പോൾ പന്ത് കുത്തിപ്പൊട്ടിക്കുന്ന ചില വികൃതി കുട്ടികളുടെ മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ BJP. അതായത് 350-400 സീറ്റ് ഒറ്റയ്ക്ക് കിട്ടുമെന്നെല്ലാം പറഞ്ഞ് വളരെയധികം വീരവാദം മുടക്കി കഴിഞ്ഞു. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു മറുപടിയില്ല. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം കഴിഞ്ഞോടെ കിട്ടി 29. അതിലേക്ക് ഈ തവണ എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. കർണാടകത്തിൽ ഏകദേശം പകുതിക്ക് പകുതി നിൽക്കും. വടക്കേന്ത്യ എടുത്താൽ 205 സീറ്റ് കിട്ടി 249. അതിൽ കൃത്യമായി പല സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലായാലും ബീഹാറിലായാലും എല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നോട്ടടി ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. മഹാരാഷ്ട്ര അടക്കമുള്ള പശ്ചിമേന്ത്യ എടുത്താലും അത് തന്നെയാണ് സാഹചര്യം. വടക്കുകിഴക്ക് എടുത്താൽ ആസാമിലാണ് കഴിഞ്ഞൊരു നേട്ടം ഉണ്ടായേ. ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നപ്പോൾ അവിടെയും വലിയ നേട്ടമില്ല. അതുകൊണ്ട് കടമ്പ കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ തകർക്കാനും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതൃത്വമോ ഭരണകൂടമോ ചെയ്യാത്ത തരത്തിലുള്ള വികൃതമായിട്ടുള്ള രാഷ്ട്രീയവുമായി NDA ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വിരോധം ഞങ്ങൾ CPM-നോടാണ്. അതിനെന്താ കാരണം? ഇലക്ട്രൽ ബോണ്ട് 2018 പ്രഖ്യാപിച്ചു പോയി കോടിക്കണക്കിന് രൂപ BJP ഉണ്ടാക്കി. അതിന് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത് ED-യെയും CBI-യെയും ആദായ നികുതി വകുപ്പിനെയുമാണ്. ആ വിവരം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 1 രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ നമ്മൾ കൃത്യമായി സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി അത് റദ്ദാക്കി. വിവരം പുറത്തുവിടണമെന്ന് SBI-യോട് പറഞ്ഞപ്പോൾ ജൂൺ മാസം 30 വരെ അത് പുറത്തുവിടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അതും സാധിച്ചില്ല, പുറത്തു വന്നു. ആദ്യം ഏത് വ്യക്തി, ഏത് കോർപ്പറേറ്റ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര രൂപ കൊടുത്തു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലല്ലാതെ 2 തവണ കണക്ക് പുറത്തുവിട്ടു. അത് പോരാ, ഇന്ന രൂപത്തിൽ യഥാർത്ഥ വിവരം പുറത്തുവിടണം, അതിന്റെ കോഡൊക്കെ പുറത്തുവിടണം എന്ന് പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ അതും പുറത്തുവിട്ടു. അപ്പോഴെന്താ മനസ്സിലാക്കിയേ? 41ഓളം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളിൽ ED-യും CBI-യും IT വകുപ്പും പോയി സെർച്ച് നടത്തും, പരിശോധന നടത്തും, ചില ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് വരും. 5-10 ദിവസത്തിനുള്ളിൽ അവർക്ക് കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് BJP-ക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും അവിടെ നിൽക്കും. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. ഏറ്റവും അവസാനം ഡൽഹി മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടു. ആ ശരത് റെഡ്ഡിയെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ ഒരു മൊഴിയും മുഖ്യമന്ത്രിക്കെതിരെ ഇല്ല. രണ്ടാമത് ചോദ്യം ചെയ്യുമ്പോഴും ഒരു മൊഴിയും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇല്ല. അപ്പോ സാക്ഷിയെ പിടിച്ച് പ്രതിയാക്കി ജയിലിലടച്ചു. അപ്പൊ 5 കോടി രൂപ BJP-ക്ക് ബോണ്ട് കിട്ടി. അപ്പോ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി. ആ മൊഴിയെ മാപ്പുസാക്ഷിയാക്കുന്ന മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് വരിക. പിന്നെ 10-34 കോടി രൂപ വീണ്ടും കൊടുത്ത് അദ്ദേഹത്തെ റിലീസ് ചെയ്തു. ഇപ്പൊ പ്രതിയല്ല, പ്രതിപ്പട്ടികയിൽ നിന്ന് മാറി. അങ്ങനെ എത്രയോ തരികിട പ്രവർത്തനങ്ങൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ, BJP-യുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന മാനദണ്ഡം 7 വർഷം മുമ്പുള്ള കണക്ക്, 30 വർഷം മുമ്പുള്ള കണക്ക്, അവസാനത്തെ 8 വർഷത്തെ കണക്കെടുത്ത് പരിശോധിക്കുന്നു. ഇത് ആദായ നികുതി എന്ന് പറഞ്ഞാൽ എല്ലാ മാർച്ച് 31 ശേഷം ഓരോ വർഷവും ക്ലിയർ ചെയ്ത് പോകുന്നതല്ലേ? ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുക. TMC-ക്ക് നോട്ടീസ്, CPI-ക്ക് നോട്ടീസ്, CPM-ന് നോട്ടീസ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിലും കടുത്ത നടപടി പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ യഥാർത്ഥ വിവരം പുറത്തു വരികയും ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ കള്ളന്മാർ BJP-യാണ്, BJP നേതൃത്വമാണെന്ന് ബോധ്യപ്പെടുകയും ED-യെയും CBI-യെയും ഇത്രയധികം ദുരുപയോഗം ചെയ്തത് വേട്ടപ്പട്ടികളെ പോലെ കോർപ്പറേറ്റുകൾ കമ്പനികൾക്ക് മുന്നിലേക്ക് വിടുകയും അങ്ങനെ വിരട്ടി കോടിക്കണക്കിന് രൂപ ആർജിച്ചെടുത്ത് ഇപ്പൊ 8,000-9,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു 60% BJP-ക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ വിരോധം ഞങ്ങളോടുണ്ട്. ആ വിരോധം തീർക്കാൻ കടുത്ത നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP-ക്ക് ഇനി വീണ്ടും ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഐക്യനിരയെ തകർക്കുക, കള്ളക്കേസുകൾ ചുമത്തുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, അതുപോലെ ഘടകകക്ഷി ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുക. ഇപ്പൊ ഇന്നലെ ഡൽഹിയിൽ നടന്ന റാലിയെല്ലാം നമ്മൾ വിശദമായി ഇന്നലെ തന്നെ ചർച്ച ചെയ്തു. അങ്ങനെ രാജ്യം വലിയ മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വഴി വിരട്ടാൻ ശ്രമിച്ചാൽ, അതുപോലെ നുണപ്രചരണം നടത്തിയാൽ, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് വിരട്ടാൻ ശ്രമിച്ചാൽ, സാമ്പത്തിക ഫെഡറലിസം തകർത്താൽ എല്ലാത്തിനെയും ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി തന്നെ നേരിടും. അത്തരത്തിൽ നേരിടാനുള്ള ചങ്കുറ്റം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ആധികാരികമായി പറഞ്ഞത്, ED-യെ കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട, ഞങ്ങൾ അങ്ങനെ പേടിക്കില്ല, ഇനി ജയിലിൽ പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്ന അശോക് ചൗഹാനെ കൂട്ടുള്ളവരല്ല ഇപ്പുറത്തുള്ളത് എന്ന് ആധികാരികമായി. ഇനി ED-യെ പേടിക്കേണ്ട, വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങാം, ഞാൻ BJP-ആയി മാറി എന്ന് പറഞ്ഞ നേതാക്കന്മാർ വരെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം ഞങ്ങൾ ഗംഭീരമായി തന്നെ തരണം ചെയ്യും, അതിൽ സംശയമില്ല.